നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പരസ്യപ്രചാരണത്തിന് കൊടിയിറങ്ങി കൊട്ടിക്കലാശത്തിൽ അങ്ങിങ്ങ് സംഘർഷം. തരുവണ പോലീസ് നിയന്ത്രണത്തിൽ. വയനാട് മണ്ഡലത്തിലാകെ കൊട്ടിക്കലാശത്തിന്റെ കെട്ടുകാഴ്ചകൾ. കോൺഗ്രസിനെയും ഇടതുപക്ഷത്തിനെയും കടന്നാക്രമിച്ച് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ബത്തേരിയിൽ. ബത്തേരിയെ കാവിയിൽ മുക്കി NDA റോഡ് ഷോ. ആകാശത്ത് വോട്ടില്ലെന്ന് വോട്ടെണ്ണുമ്പോൾ അറിയാമെന്ന് കോടിയേരി. വയനാട് മണ്ഡലത്തിൽ 67 ബൂത്തുകൾ മാവോയിസ്റ്റ് ഭീഷണിയുടെ നിഴലിൽ. ലോകമെങ്ങും ക്രൈസ്തവർ ഉയിർപ്പിന്റെ പെരുന്നാൾ ആഘോഷിച്ചു. ദേവാലയങ്ങളിൽ പാതിരാ കുർബാനകളിൽ നൂറുകണക്കിന് വിശ്വാസികളെത്തി. വിശദമായ വാർത്തകളിലേക്ക്. ലോക്സഭ 2019 തെരഞ്ഞെടുപ്പ് വാർത്തകൾ. പതിനേഴാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണത്തിനുള്ള സമയം അവസാനിച്ചു. വൈകിട്ട് 6-ന് ആഘോഷമായ കൊട്ടിക്കലാശത്തോടെയാണ് പരസ്യപ്രചാരണം അവസാനിച്ചത്. കൽപ്പറ്റ, സുൽത്താൻ ബത്തേരി, പുൽപ്പള്ളി, മാനന്തവാടി, മീനങ്ങാടി, വൈത്തിരി, പനമരം തുടങ്ങി ജില്ലയിലെ വിവിധയിടങ്ങളിൽ ആവേശകരമായ കൊട്ടിക്കലാശം നടന്നു. പരമാവധി പ്രവർത്തകരും നേതാക്കളുമടക്കം കൊട്ടിക്കലാശത്തിൽ അണിനിരന്നു. ബാൻഡ് വാദ്യങ്ങളും ചെണ്ടമേളങ്ങളും വർണ്ണക്കാഴ്ചകളും കൊടിതോരണങ്ങളും സ്ഥാനാർത്ഥികളുടെ കട്ടൌട്ടുകളും കൊട്ടിക്കാഴ്ച ആകർഷകമാക്കി. കുടിയേറ്റ മേഖലയായ പുൽപ്പള്ളി, പാടിച്ചിറ, മുള്ളൻകൊല്ലി, സീതാമൗണ്ട്, കാപ്പിസെറ്റ്, കബനിഗിരി, പെരിക്കല്ലൂർ എന്നിവിടങ്ങളിൽ നടന്ന ആവേശമായ കൊട്ടിക്കലാശത്തിന് ആയിരങ്ങൾ പങ്കെടുത്തു. വൈകിട്ട് 4 മണിയോടെ 3 മുന്നണികളുടെ പ്രവർത്തകർ പതാക കെട്ടിയ ബൈക്ക് റാലിയും 3 മുന്നണികളും പരമാവധി പ്രവർത്തകരെ പങ്കെടുപ്പിച്ച് പ്രകടനവും നടത്തി. നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ സമാപനത്തോടനുബന്ധിച്ചുള്ള കൊട്ടിക്കലാശത്തിൽ പങ്കെടുത്തപ്പോൾ അണികളുടെ ആവേശം അലകടലായി മാറുകയായിരുന്നു. സ്ഥാനാർത്ഥികളുടെ കട്ടൌട്ടുകളും ഫ്ലക്സ് ബോർഡുകളും കൈലേന്തിയായിരുന്നു വനിതകൾ പോലും അവസാനഘട്ട പ്രചരണത്തിൽ പങ്കാളികളായത്. ഈസ്റ്റർ ദിനത്തിൽ അവധിയായിട്ട് പോലും ആയിരങ്ങളാണ് തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട പ്രചരണത്തിൽ പങ്കെടുക്കാൻ എത്തിയത്. പോലീസ് കനത്ത സുരക്ഷയും ഒരുക്കിയിരുന്നു. ഇരുമുന്നണികളും വൈത്തിരിയിൽ നടത്തിയ കൊട്ടിക്കലാശം ആവേശോജ്വലമായി. UDF, LDF മുന്നണികളാണ് കൊട്ടിക്കലാശം നടത്തിയത്. വൈത്തിരി പൊഴുതന ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച UDFന്റെ റാലി ആശുപത്രി ജംഗ്ഷൻ വരെ പോവുകയും തിരിച്ച് ബസ് സ്റ്റാൻഡിൽ അവസാനിക്കുകയും ചെയ്തു. വൈത്തിരി ആശുപത്രി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച LDF റാലി പൊഴുതന ബസ് സ്റ്റാൻഡിൽ അവസാനിക്കുകയും ചെയ്തു. UDF നേതാക്കളായ സലീം മേമന, PT വർഗീസ്, KMA സലീം തുടങ്ങിയവർ നേതൃത്വം നൽകി. LDFന്റെ കലാശക്കൊട്ടിന് P ഗഗാറിൻ, V ഉഷാകുമാരി, M വിജേഷ്, KP രാമചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. നിരവധി പേരാണ് കലാശക്കൊട്ടിൽ പങ്കെടുക്കാനായി എത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ കൊട്ടിക്കലാശത്തോടനുബന്ധിച്ച് മാനന്തവാടിയിൽ ചെറിയ തോതിൽ സംഘർഷമുണ്ടായി. LDFന് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനും SDPIക്ക് ഗാന്ധി പാർക്കും UDFന് തലശ്ശേരി റോഡും NDAക്ക് മൈസൂർ റോഡുമാണ് പോലീസ് അനുവദിച്ചിരുന്നത്. 3 മണി മുതൽ തന്നെ SDPI പ്രവർത്തകർ അനൗൺസ്മെന്റും മറ്റുമായി കൊട്ടിക്കലാശം ആരംഭിച്ചിരുന്നു. തുടർന്ന് LDF പ്രവർത്തകരും UDF പ്രവർത്തകരും ബൈക്കുകളിലായി ഗാന്ധി പാർക്കിൽ എത്തിച്ചേർന്നു. ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും BJP പ്രവർത്തകരും ഗാന്ധി പാർക്കിന് സമീപത്തേക്ക് എത്തിച്ചേർന്നു. ഇതിനിടയിൽ LDF പ്രവർത്തകർക്കിടയിലേക്ക് SDPI പ്രവർത്തകർ കൊടികളുമായി എത്തിയത് സംഘർഷത്തിനിടയാക്കി. പ്രവർത്തകർ തമ്മിൽ നേരിയ തോതിൽ ഉന്തും തള്ളുമുണ്ടായി. മാനന്തവാടി CI PK മണിയുടെ നേതൃത്വത്തിൽ പോലീസും തണ്ടർബോൾട്ടും ചേർന്ന് സംഘർഷം നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു. കൃത്യം 5 മണിയോടെ കൊട്ടിക്കലാശം പോലീസ് അവസാനിപ്പിച്ചു. കൽപ്പറ്റയിൽ നടന്ന കൊട്ടിക്കലാശത്തിൽ നിരവധി പ്രവർത്തകരാണ് പങ്കാളികളായത്. പ്രമുഖ നേതാക്കളും പങ്കെടുത്തു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, വയനാട് വിഷൻ. ബത്തേരിയിൽ UDF, LDF മുന്നണികളുടെ തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളുടെ കൊട്ടിക്കലാശം മഴയിൽ കുതിർന്നു. കൃത്യം 3 മണിക്ക് തന്നെ UDF അവസാനഘട്ട പ്രചരണ പരിപാടിക്ക് തുടക്കം കുറിച്ചു. എന്നാൽ LDF 4 മണിക്ക് ശേഷമാണ് പ്രചരണ പരിപാടികൾ ആരംഭിച്ചത്. UDFന്റെ പ്രചരണ പരിപാടി കൃത്യം 6 മണിക്കാണ് ഗാന്ധി ജംഗ്ഷനിൽ അവസാനിച്ചത്. LDFന്റെ പ്രചരണ പരിപാടി ചുങ്കത്ത് സമാപിച്ചു. ബത്തേരിയിൽ NDA രാവിലെ റോഡ് ഷോ നടത്തിയതിനാൽ വൈകിട്ട് പ്രചരണ പരിപാടി ഉണ്ടായിരുന്നില്ല. ബത്തേരിയിൽ ഇരുമുന്നണികളും സമാധാനപരമായാണ് അവസാനഘട്ട പ്രചരണ പരിപാടികൾ നടത്തിയത്.
തരുവണയിൽ കൊട്ടിക്കലാശം സംഘർഷത്തിൽ കലാശിച്ചു. തരുവണാങ്ങാടിയുടെ നിയന്ത്രണം തണ്ടർബോൾട്ടും ആന്റി നക്സൽ സ്ക്വാഡും ഏറ്റെടുത്തു. പോലീസ് ഇടപെട്ട് കൊട്ടിക്കലാശം 5 മണിക്ക് നിർത്തിവെപ്പിച്ചു. കലാശക്കൊട്ടിന് അനുവദിച്ച നിശ്ചിത സ്ഥലത്ത് അനുവാദം ലഭിക്കാത്ത വിഭാഗം കാലേക്കൂട്ടി കൈയടക്കിയതാണ് LDF-UDF സംഘർഷത്തിന് കാരണമായത്. കൊട്ടിക്കലാശത്തിനിടെ തലപ്പുഴയിൽ UDF പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും. രാഹുൽ ഗാന്ധിയുടെ പേരിൽ ഇരട്ട പൗരത്വം ആരോപിച്ച് NDA ഭാരവാഹികൾ വയനാട് മണ്ഡലം വരണാധികാരിക്ക് പരാതി നൽകി. പരാതിയിൽ തീരുമാനം നാളെ ഉണ്ടാകുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചതായി NDA ഭാരവാഹികൾ കൽപ്പറ്റയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ ഇരട്ട പൗരത്വം സംബന്ധിച്ച് അമേഠിയിൽ അദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. സമാനമായ രീതിയിൽ തന്നെ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും അദ്ദേഹം മത്സരിക്കുന്ന സ്ഥാനാർത്ഥി എന്ന രീതിയിൽ ഇരട്ട പൗരത്വമുള്ള ഒരാൾക്ക് തിരഞ്ഞെടുപ്പ് മത്സരിക്കാൻ പാടില്ല എന്ന നിയമം നമ്മളുടെ ഭരണഘടനയിലുള്ളത് കൊണ്ട് തന്നെ ആ കാര്യം രേഖപ്പെടുത്തി ഇന്ന് നമ്മൾ രേഖാമൂലം റിട്ടേണിംഗ് ഓഫീസർ പരാതി കൊടുത്തിട്ടുണ്ട്. ഇത് പഠിച്ചതിന് ശേഷം നാളെ അക്കാര്യം തീരുമാനമെടുക്കുന്ന റിട്ടേണിംഗ് ഓഫീസർ ഒരു ഉറപ്പ് നൽകുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഇരട്ട പൗരത്വം വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെടുമെന്നൊരു സംശയമില്ല. അത് ആ രീതിയിൽ തന്നെ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് പറഞ്ഞിരുന്നത്. കോൺഗ്രസിനെയും ഇടതുപക്ഷത്തെയും കടന്നാക്രമിച്ച് കേന്ദ്ര പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ. പരാജയപ്പെട്ട MP-യാണ് രാഹുലെന്നും പ്രളയത്തിന്റെ ഉത്തരവാദി പിണറായി വിജയനാണെന്നും നിർമ്മല സീതാരാമൻ. NDAയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ബത്തേരിയിൽ റാലിയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ബത്തേരി ഗാന്ധി ജംഗ്ഷനിൽ നടന്ന പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി സീതാരാമൻ. ഇടതുപക്ഷത്തെയും കോൺഗ്രസിനെയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ടായിരുന്നു മന്ത്രി സംസാരിച്ചത്. പരാജയപ്പെട്ട MP-യാണ് രാഹുൽ. അമേഠി മണ്ഡലത്തിലെ വികസനം തടഞ്ഞത് രാഹുലാണ്. നെഹ്റു ചത്ത കുതിര എന്ന് വിളിച്ച മുസ്ലിം ലീഗിന്റെ പുറകിലിരുന്നാണ് രാഹുൽ ഇപ്പോൾ സഞ്ചരിക്കുന്നതെന്നും അവർ ആരോപിച്ചു. ഇടതുപക്ഷത്തിന് ഇരട്ടത്താപ്പാണ്. കേരളത്തിൽ പരസ്പരം പോരടിക്കുന്നവർ ഡൽഹിയിലെത്തിയാൽ ഒന്നാണ്. കേരളത്തിലുണ്ടായ പ്രളയത്തെ പ്രതിരോധിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടു. പ്രളയവുമായി അനുഭവിച്ച ബുദ്ധിമുട്ടുകൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉത്തരവാദിയെന്നും നിർമ്മല സീതാരാമൻ ആരോപിച്ചു. തുഷാർ വെള്ളാപ്പള്ളിയെ വിജയിപ്പിച്ച് നരേന്ദ്രമോദിയുടെ കൈകൾക്ക് ശക്തി പകരണമെന്നും അവർ അഭ്യർത്ഥിച്ചു. അറിയിച്ചതിലും അരമണിക്കൂർ വൈകിയെത്തിയ മന്ത്രിയെ കാണാൻ ആയിരങ്ങളാണ് സുൽത്താൻ ബത്തേരിയിൽ തടിച്ചുകൂടിയത്. Wayanad needs development. Wayanad needs to develop quickly. Wayanad needs a visionary Prime Minister to help the constituency and not welcome a failed MP from Uttar Pradesh to come here to say that he is going to develop this place. We do not want Wayanad to become a guinea pig in the hands of a failed MP. വയനാട് വിഷൻ ബത്തേരി. ബത്തേരി ടൗണിനെ കാവിയിൽ മുക്കി NDAയുടെ റോഡ് ഷോ. ഗാന്ധി ജംഗ്ഷനിൽ ആരംഭിച്ച് ബത്തേരി ചുങ്കത്താണ് റോഡ് ഷോ അവസാനിച്ചത്. കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന്റെ നേതൃത്വത്തിൽ നടത്തിയ റോഡ് ഷോയിൽ പങ്കെടുത്തത് ആയിരങ്ങൾ. സുൽത്താൻ ബത്തേരിയെ കാവിയിൽ മുക്കിയുള്ള റോഡ് ഷോ ആയിരുന്നു ഇന്ന് നടന്നത്. ഗാന്ധി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോയിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത്. സ്ത്രീകളും കുട്ടികളുമടക്കമുള്ളവർ റോഡ് ഷോയിൽ പങ്കാളികളായി. രാവിലെ മുതൽ തന്നെ പ്രവർത്തകർ ഗാന്ധി ജംഗ്ഷനിലേക്ക് ഒഴുകിയെത്തി. കാവടി, അമ്മൻകുടം, ശിങ്കാരിമേളം എന്നിവയുടെ അകമ്പടിയോടെയായിരുന്നു റോഡ് ഷോ. ഇതിനു പിറകിൽ കേരളീയ വേഷമണിഞ്ഞ് തിരഞ്ഞെടുപ്പ് ചിഹ്നമായ കുടവുമേന്തി സ്ത്രീകൾ അണിനിരന്നു. പുറകിൽ തുറന്ന വാഹനത്തിൽ മന്ത്രി നിർമ്മല സീതാരാമൻ, സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി, BJP സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീധരൻപിള്ള എന്നിവരും അനുഗമിച്ചു. ഇതിന് പിന്നിലായി ആയിരക്കണക്കിന് പ്രവർത്തകരും പങ്കെടുത്തു. ഒരു കേസ് കളഞ്ഞു കിട്ടിയിട്ടുണ്ട്. ബത്തേരി. വയനാട് മണ്ഡലം ചരിത്ര സംഭവമാവുമെന്ന് കോടിയേരി. കാറ്റ് ഇടതുപക്ഷത്തിന് അനുകൂലമാണെന്നും വോട്ടെണ്ണുമ്പോൾ ആകാശത്ത് വോട്ടില്ലെന്ന കാര്യം തെളിയിക്കപ്പെടുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. LDF സ്ഥാനാർത്ഥി PP സുനീറിന്റെ പ്രചരണാർത്ഥം മാനന്തവാടിയിൽ സംഘടിപ്പിച്ച പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ ഹെലികോപ്റ്ററിൽ പോകുന്ന തിരക്കിലാണ്. തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ ആകാശത്ത് വോട്ടില്ല എന്ന കാര്യം അവർക്ക് വ്യക്തമാവും. ആകാശത്തെ വോട്ട് UDF-നും ഭൂമിയിലെ വോട്ട് LDF-നും ലഭിക്കുന്ന സ്ഥിതിവിശേഷമാണ് വരാനിരിക്കുന്നത്. ഇവിടെ എത്താൻ കുറച്ച് താമസിച്ചുണ്ട്. പക്ഷേ ഈ ഇലക്ഷൻ കഴിയുമ്പോൾ കോൺഗ്രസ്സുകാർക്കൊരു കാര്യം മനസ്സിലാവും, ആകാശത്ത് വോട്ടില്ല, നാട്ടിലാണ് വോട്ട് എന്ന് ഇലക്ഷൻ കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഇത്തവണ ആകാശത്തുള്ള വോട്ട് UDF-നും ഭൂമിയിലുള്ള വോട്ട് LDF-നും. കോൺഗ്രസിന്റെ പ്രസിഡന്റാണ് UDF-ന്റെ സ്ഥാനാർത്ഥി. അദ്ദേഹം ജയിച്ചാൽ വാർത്തയല്ല, എന്നാൽ തോറ്റാൽ അതൊരു വലിയ വാർത്തയാണ്. ആ വാർത്ത ഏറെ താമസിയാതെ ജനം കേൾക്കും. അങ്ങനെ വന്നാൽ വയനാടിനെ മുഴുവൻ ജനം അന്വേഷിക്കും. പോകുന്നിടത്തൊക്കെ വയനാട്ടുകാരെ ജനം സല്യൂട്ട് ചെയ്ത് സ്വീകരിക്കുമെന്നും കോടിയേരി പറഞ്ഞു. കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ ഗാന്ധി ജയിച്ചാൽ അതൊരു വാർത്തയല്ല, പക്ഷെ തോറ്റാൽ ഒരു വാർത്തയായി. തോറ്റാൽ ഇന്ത്യ മുഴുവൻ അന്വേഷിക്കും ഈ വയനാട്ടുകാർ ആരാണ് എന്ന്. 1952 വയനാട് ഒരു ചരിത്രം രചിച്ചതാണ്. ആഭ്യന്തരമന്ത്രിയായിരുന്ന കോഴിപ്പുറത്ത് മാധവമേനോനെ പത്മപ്രഭ ഗൗഡർ തോൽപ്പിച്ച ചരിത്രം എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലെ ഇത്തവണയും വയനാട് ചരിത്രം രചിക്കുമെന്നും കോടിയേരി കൂട്ടിച്ചേർത്തു. UDF സ്ഥാനാർത്ഥി രാഹുൽ പറയുന്നു CPM-നെ ഒന്നും പറയില്ലെന്ന്, എന്നാൽ ഞങ്ങൾ പറയുന്നു രാഹുൽ എന്തെങ്കിലും പറയണമെന്നും കോടിയേരി പറഞ്ഞു. മാനന്തവാടി മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ PV സഹദേവൻ അധ്യക്ഷനായിരുന്നു. സ്ഥാനാർത്ഥി PP സുനീർ, മന്ത്രി KK ശൈലജ, ലോക് താന്ത്രിക് ജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേയാംസ് കുമാർ, CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി സത്യൻ മൊഗേരി, ആദിവാസി ഗോത്ര മഹാസഭ അധ്യക്ഷ CK ജാനു, CPM ജില്ലാ സെക്രട്ടറി P ഗഗാറിൻ, MV രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. സുരേഷ് തലപ്പുഴ, വയനാട് വിഷൻ, മാനന്തവാടി. സംസ്ഥാനത്ത് 219 പോളിംഗ് ബൂത്തുകളിൽ മാവോയിസ്റ്റ് ഭീഷണിയുള്ളതായി വിലയിരുത്തൽ. വയനാട്ടിൽ 159 പ്രശ്നസാധ്യതാ ബൂത്തുകൾ. ഇതിൽ 67 മാവോയിസ്റ്റ് ഭീഷണിയുള്ള ബൂത്തുകൾ. സംസ്ഥാനത്താകെ 57 കമ്പനി കേന്ദ്രസേനയെ നിയോഗിച്ചു. വയനാട്ടിൽ ആകെ 215 പോളിംഗ് സ്റ്റേഷനുകളാണുള്ളത്. 23 പോളിംഗ് സ്റ്റേഷനുകളിൽ വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തി. കൂട്ടം, തോൽപ്പെട്ടി അതിർത്തി മേഖലകളിലും തിരുനെല്ലി കാടുകളിലും പക്ഷിപാതാളമടക്കം മലനിരകളിലും പോലീസും തണ്ടർബോൾട്ടും പരിശോധന തുടരുന്നു. മാവോയിസ്റ്റുകൾ കൊട്ടിയൂർ വനമേഖലയിൽ താവളമടിച്ചതായുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വയനാടിനെ കണ്ണൂരുമായി ബന്ധിപ്പിക്കുന്ന പേര്യ പാൽച്ചുരം റോഡുകളിൽ വാഹന പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, വയനാട് വിഷൻ. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന രാഹുൽ ഗാന്ധി റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് AICC നിരീക്ഷകൻ V മോഹനൻ പറഞ്ഞു. സംതിങ് ഹാപ്പനിങ് ഇൻ വയനാട്. ഇങ്ങനത്തെ ഒരു ഞാൻ കുറേ ഈ മേഖലയിൽ ഈ ഇലക്ഷൻ്റെ പരിപാടി പോയിന്. ഇങ്ങനത്തെ ഒരു ജനങ്ങളെ അതൊരു എൻകറേജ്മെൻറ്റ്, ദ പാർട്ടിസിപ്പേഷൻ ഈസ് ഹ്യൂജ് ഇൻ എവറി ആസ്പെക്ട്. അങ്ങനെ ഇവിടുത്തെ പാർട്ടി പ്രവർത്തകരും കൂടെ അതൊരു ഫെസ്റ്റിവൽ പോലെ ചെയ്യുന്നത്. ഇലക്ഷൻ ഈസ് ലൈക്ക് എ ഫെസ്റ്റിവൽ ഹിയർ എവരിവെയർ. ഏത് വീട്ടിലും പോയാലും രാഹുൽ പറ്റി തന്നെയുള്ള സംസാരം. സോ ഇറ്റ് ഈസ് വയനാട് ഈസ് ഗോയിങ് ടു ബി അതൊരു ഇടീ ഇന്ത്യയിലെ ചരിത്രത്തിൽ ഒരു മികതമായ ഒരു സംഭവം ഈ വയനാട്ടിൽ നടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷക വിരുദ്ധ നിലപാടുകൾക്കെതിരെയുള്ള വിധിയെഴുത്താവണം ഈ തെരഞ്ഞെടുപ്പ് എന്ന KPCC സെക്രട്ടറി KK അബ്രഹാം. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി ചരിത്ര വിജയം നേടുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന സർക്കാരുകളുടെ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള വിധിയെഴുത്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. കടക്കണി കൊണ്ട് ആത്മഹത്യുന്ന കർഷകനെ കൈപിടിച്ചുയർത്താൻ തയ്യാറാകാത്ത കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ കർഷക വികാരം ഒന്നടങ്കം ആഞ്ഞടിക്കും. ശ്രീ രാഹുൽ ഗാന്ധി റെക്കോർഡ് ഭൂരിപക്ഷത്തിന് ജയിക്കും. പാവപ്പെട്ട കർഷകൻ ഇനി ആത്മഹത്യ ചെയ്യേണ്ടി വരില്ല എന്ന് രാഹുൽ ഗാന്ധി ഉറപ്പു പറയുമ്പോൾ, കടക്കണിയിലെ കർഷകൻ ബാങ്കുകളിൽ നിന്ന് വായ്പ എടുത്തതിൻ്റെ പേരിൽ ജയിലിൽ പോകേണ്ടി വരില്ല എന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ, ആദിവാസികളെയും ദളിത് വിഭാഗങ്ങളെയും കൈപിടിച്ച് ഉയർത്തുമെന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ, വിദ്യാഭ്യാസ ലോണെടുത്ത കഷ്ടത്തിലായ പാവപ്പെട്ടവൻ്റെ പലിശയടക്കം എഴുത്തള്ളുമെന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ, നാടിന് രക്ഷ വയനാട് നേരിടുന്ന അതീവ ഗുരുതരമായ പ്രതിസന്ധികളുണ്ട്. രാത്രികാല യാത്രാ നിരോധനം, വയനാടിൻ്റെ എക്കാലത്തെയും പ്രതീക്ഷയും സ്വപ്നമായിരുന്ന റെയിൽവേ, അതുപോലെയുള്ള നമ്മുടെ മെഡിക്കൽ കോളേജ്, ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ കോളേജ് തുടങ്ങിയ
വലിയ വലിയ പ്രശ്നങ്ങൾ, വയനാടൻ ജനത നേരിടുന്ന വലിയ വലിയ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുമെന്നുള്ള, ഭാവി പ്രധാനമന്ത്രിയായിട്ടുള്ള രാഹുൽ ഗാന്ധിക്ക് കഴിയുമെന്നുള്ള പ്രതീക്ഷ വയനാടൻ ജനതയ്ക്കുണ്ട്. ഈസ്റ്റർ ദിനത്തിലും കന്നി വോട്ടർമാർ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമായി. പുൽപ്പള്ളി മേഖലയിൽ നിന്നും അയൽ സംസ്ഥാനങ്ങളിലെ വിവിധ കോളേജുകളിൽ പഠിക്കുന്ന കന്നി വോട്ടർമാരാണ് രാഹുൽ ഗാന്ധിയുടെ വിജയത്തിനായി ഈസ്റ്റർ ദിനത്തിലും ആഘോഷങ്ങൾ മാറ്റിവെച്ച് യുവ വോട്ടർമാരോട് വോട്ടഭ്യർത്ഥിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമായത്. തോട്ടം മേഖലയിലെ പ്രതിസന്ധിക്ക് പരിഹാര നടപടികൾ നിർദ്ദേശിച്ചുകൊണ്ടുള്ള ജസ്റ്റിസ് കൃഷ്ണൻ നായർ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതിനായി യോജിച്ച നിലപാട് സ്വീകരിക്കുമെന്ന STU സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് കുട്ടി ഉണ്ണിക്കുളം. റിപ്പോർട്ട് നടപ്പിലാക്കാൻ LDF സർക്കാർ താൽപര്യം കാണിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. UDF തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ഭാഗമായി മേപ്പാടിയിലെത്തിയതായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് 20 ലക്ഷത്തോളം ആളുകൾ ആശ്രയിച്ച് ജീവിക്കുന്ന തോട്ടം മേഖലയിലെ പ്രശ്നങ്ങളും പ്രതിസന്ധിയും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെട്ടില്ല എന്ന ആക്ഷേപങ്ങൾക്കിടയിലാണ് STU സംസ്ഥാന പ്രസിഡന്റിന്റെ പ്രതികരണം. തോട്ടം മേഖലയിലെ പ്രതിസന്ധിയും അതിനുള്ള പരിഹാര നിർദ്ദേശങ്ങളുമെല്ലാം ജസ്റ്റിസ് കൃഷ്ണൻ നായർ കമ്മീഷൻ റിപ്പോർട്ടിലുണ്ട്. 2015 നവംബർ 27-ന് അന്നത്തെ UDF സർക്കാരാണ് കമ്മീഷനെ നിയമിച്ചത്. 2016 ഓഗസ്റ്റ് 10-ന് കമ്മീഷൻ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചു. വളരെ ശാസ്ത്രീയമായി പ്രശ്നം പഠിച്ചുകൊണ്ടാണ് കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. എന്നാൽ തുടർന്ന് അധികാരത്തിലെത്തിയ ഇടതുമുന്നണി ഗവൺമെൻറ് ആ റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പാക്കാൻ താൽപ്പര്യം കാണിക്കുന്നില്ല. തങ്ങൾ ഇപ്പോൾ ഭരണത്തിലില്ല, ഭരണത്തിലുള്ള സർക്കാർ ആണ് ഈ കാര്യത്തിൽ മുൻകൈ എടുക്കേണ്ടത് എന്നും അദ്ദേഹം പറഞ്ഞു. ജസ്റ്റിസ് കൃഷ്ണൻ നായർ റിപ്പോർട്ടിൻ്റെ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരെ യോഗം വിളിച്ചപ്പോൾ നിരന്തരമായി പങ്കെടുത്ത ഒരാളാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് നടപ്പാക്കാൻ ഇപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ് ഒരു സംഗതിയും ചെയ്തിട്ടില്ല. അപ്പോൾ അത് ഈ രാജ്യത്ത് അത് തൊഴിലാളിക്ക് അനുകൂലമായി കൊണ്ടുവരാൻ അത് കൊണ്ടുവന്ന കൃഷ്ണൻ നായർ റിപ്പോർട്ട് കൊണ്ടുവന്ന ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിനെ പോലെ UDF ഗവൺമെൻറ്, അതായത് ഞങ്ങൾ ഒന്നിച്ചെന്ന് അതിനു വേണ്ടി പടവീഴ്ത്തും. അതിലെ കാര്യങ്ങൾ നടപ്പാക്കാൻ ഞങ്ങൾ പരിശ്രമിക്കും. അത് ഞങ്ങൾ 100% ഉറപ്പ് തരികയാണ്. തങ്ങൾ പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകൾ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാൻ വേണ്ടിയുള്ള യോജിച്ച നിലപാടുകൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. CK ചന്ദ്രൻ, വയനാട് വിഷൻ, മേപ്പാടി. ഇന്ന് ഈസ്റ്റർ. ലോകമെങ്ങും ക്രൈസ്തവർ പ്രത്യാശയുടെ പ്രതീകമായ ഉയിർപ്പിന്റെ പെരുന്നാൾ ആഘോഷിക്കുന്നു. ഉയിർപ്പ് പെരുന്നാളിനോടനുബന്ധിച്ച് വയനാട്ടിൽ വിവിധ ദേവാലയങ്ങളിൽ പാതിരാ കുർബാനകൾ നടന്നു. പാതിരാ കുർബാനകളിലും പ്രത്യേക ഉയിർപ്പ് ശുശ്രൂഷകളിലും 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. കുരിശുമരണത്തിന് ശേഷം 3-ാം നാൾ യേശു ഉയർത്തെഴുന്നേറ്റതിന്റെ ദിവ്യസ്മരണയിലാണ് ഈസ്റ്റർ കൊണ്ടാടുന്നത്. ചിയമ്പം മാർ ബസേലിയൂസ് തീർത്ഥാടന കേന്ദ്രത്തിൽ നടന്ന ഈസ്റ്റർ ദിന ശുശ്രൂഷകൾക്ക് ഫാദർ ഷൈജൻ മർദല നേതൃത്വം നൽകി. പുൽപ്പള്ളി സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിൽ ഫാദർ സജി ചൊള്ളാട്ടും ഫാദർ റെജി പോൾ ചവർപ്പനാലും, പട്ടാണിക്കുപ്പ സെന്റ് മേരീസ് യാക്കോബായ പള്ളിയിൽ ഫാദർ ഷെൽജൽ മാന്തോപ്പിലും, ചൊറ്റപ്പാലം സെന്റ് മേരീസ് സിംഹാസന പള്ളിയിൽ ഫാദർ അനിൽ കുമാരക്കലും, മുളൻകൊല്ലി സെന്റ് മേരീസ് ദേവാലയത്തിൽ ഫാദർ ചാണ്ടി പുനക്കാട്ടും, പട്ടാണിക്കുപ്പ് ഉണ്ണീശോ ദേവാലയത്തിൽ ഫാദർ സിബിച്ചൻ ചേലയ്ക്കാപ്പള്ളിയും, മരകാവ് സെന്റ് തോമസ് ദേവാലയത്തിൽ ഫാദർ വിൻസെന്റ് പുതുശ്ശേരിയും നേതൃത്വം നൽകി. പാടിച്ചുറ സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ ഫാദർ തോമസ് പനന്തനൂരിൽ, ആടിക്കൊല്ലി സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ ഫാദർ സാജു മുളവേലിക്കുന്നേൽ, കബനിഗിരി സെന്റ് മേരീസ് പള്ളിയിൽ ഫാദർ തോമസ് പൊൻതൊണ്ടിൽ, പെരിക്കലൂർ സെന്റ് തോമസ് ദേവാലയത്തിൽ ഫാദർ സുനിൽ പാറയ്ക്കൽ, ശശിമല ഉണ്ണീശോ ദേവാലയത്തിൽ ഫാദർ ജോസ് കൊട്ടായിലും നേതൃത്വം നൽകി. ഇരുളം സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ ഫാദർ സോണി വടയാറുപറമ്പിൽ, സീതാ മൗണ്ട് സെന്റ് ജോസഫ് ദേവാലയത്തിൽ ഫാദർ ജോയി തുരുത്തേലും, അമരക്കുനി സെന്റ് ജൂഡ് ദേവാലയത്തിൽ ഫാദർ ജോയി പിണക്കാട്ടുപറമ്പിലും ഉയിർപ്പ് കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. ഉയിർപ്പ് ആഘോഷത്തിന്റെ ഭാഗമായി ദേവാലയത്തിൽ നടന്ന പ്രദക്ഷിണത്തിൽ നിരവധി വിശ്വാസികൾ പങ്കുചേർന്നു. വയനാട് വിഷൻ, പുൽപ്പള്ളി. പുതുപ്രതീക്ഷയുടേതാവണം ഓരോ ഈസ്റ്ററിന്റെയും ഓർമ്മപ്പെടുത്തലെന്ന മാനന്തവാടി രൂപത ബിഷപ്പ് മാർ ജോസ് പൊരുന്നേടം. ഈസ്റ്ററിനോടനുബന്ധിച്ച് മാനന്തവാടി കണിയാരം കത്തീഡ്രലിൽ നടന്ന പാതിരാ കുർബാനയിൽ ഈസ്റ്റർ സന്ദേശത്തിലാണ് ജോസ് പൊരുന്നേടത്തിന്റെ ഈ ഓർമ്മപ്പെടുത്തൽ. നന്മയുടേതാവണം ഓരോ ക്രിസ്ത്യാനി കുടുംബവും പുതുതലമുറയ്ക്ക് കാഴ്ചവെക്കേണ്ടതെന്നും രൂപത ബിഷപ്പ് മാർ ജോസ് പൊരുന്നേടം. മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യാം. അതാണ് നമ്മുടെ മിഷണറി പ്രവർത്തനം എന്ന് പറയുന്നത്.
ലോകത്തെല്ലായിടത്തും സമാധാനവും സന്തോഷവും നന്മയും നിറയുവാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കണമെന്ന് ബത്തേരി രൂപതാ ബിഷപ്പ് ഡോക്ടർ ജോസഫ് മാർ തോമസ് ഈസ്റ്റർ സന്ദേശത്തിൽ പറഞ്ഞു. ഈ വർഷത്തെ ഈസ്റ്റർ നമ്മൾ ആഘോഷിക്കുമ്പോൾ എല്ലാവർക്കും സമാധാനവും സന്തോഷവും പ്രത്യാശയും നന്മയും ഉണ്ടാകുവാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ രാഷ്ട്രം പ്രത്യേകമായ രീതിയിൽ നല്ല നേതാക്കന്മാരെ തിരഞ്ഞെടുക്കുന്നതായിട്ടുള്ള ഒരു കാലയളവിലാണ് നാം ഈസ്റ്റർ ആഘോഷിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് എല്ലാവർക്കും നന്മയും എല്ലാവർക്കും സമാധാനവും എല്ലാവർക്കും പ്രത്യാശയും കൊടുക്കുന്ന പുതിയ ഒരു ഇന്ത്യക്ക് നേതൃത്വം കൊടുക്കുവാൻ കഴിവുള്ള വലിയ ദാർശനികതയുള്ള നല്ല നേതാക്കന്മാരെ കടന്നു വരുവാനും പ്രത്യേകം നമ്മൾ പ്രാർത്ഥിക്കേണ്ടതായിട്ടുള്ള അവസരം ഇതാണ്. ജലമാണ് ജീവൻ എന്ന സന്ദേശമുയർത്തി SYS സുൽത്താൻ ബത്തേരിയിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു. സ്വതന്ത്ര മൈതാനിയിൽ സംഗമം മുനിസിപ്പൽ ചെയർമാൻ സാബു ഉദ്ഘാടനം ചെയ്തു. ഉമർ സഖാഫി അധ്യക്ഷനായിരുന്നു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സഹദേവൻ, നസീർ കോട്ടത്തറ, ഹംസ ഹസാനി, ഷാഹിദ് സഖാഫി, നാസർ സഖാഫി, ലത്തീഫ്, ഷറഫുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു. സോൺ സെക്രട്ടറി ഷമീർ തോമാട്ടുചാൽ സ്വാഗതവും ലത്തീഫ് ബീനാച്ചി നന്ദിയും പറഞ്ഞു. വൈദ്യുതി ഷോക്കേൽപ്പിച്ച് കാട്ടുപന്നികളെ കൊന്ന ഇറച്ചി വിൽപ്പന നടത്തുന്ന സംഘത്തിൽപ്പെട്ട 4 പേരെ മേപ്പാടിയിലെ വനപാലകർ അറസ്റ്റ് ചെയ്തു. ഇവർ ഉപയോഗിച്ച ഓട്ടോറിക്ഷയും കസ്റ്റഡിയിലെടുത്തു. കഴിഞ്ഞ ദിവസം നെടുമ്പാലയിൽ നിന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. നെടുമ്പാലയിലെ വാഴത്തോട്ടത്തിലെത്തിയ 2 കാട്ടുപന്നികളെ കെണിയിൽപ്പെടുത്തി കൊന്നു എന്നാണ് കേസ്. സമീപത്തെ ലൈനിൽ നിന്ന് കേബിൾ ഉപയോഗിച്ച് വൈദ്യുതി മോഷ്ടിച്ച് വാഴത്തോട്ടത്തിലേക്ക് കടത്തിവിട്ട് കാട്ടുപന്നികളെ കൊല്ലുകയായിരുന്നു പ്രതികൾ ചെയ്തത്. ചെമ്പോത്തറ സ്വദേശികളായ പുത്തൻപുരയിൽ അബ്ദുൾ റഹീം, പള്ളിയാലിൽ P റഫീഖ്, മേപ്പാടി സ്വദേശികളായ S വിൻസെൻ്റ്, S ജയകുമാർ എന്നിവരാണ് പിടിയിലായത്. കാട്ടുപന്നികളെ കൊന്ന് ഇറച്ചി വിൽപ്പന നടത്തുന്ന റാക്കറ്റിലെ കണ്ണികളാണ് ഇവരെന്ന് അധികൃതർ പറഞ്ഞു. ഇവർ ഉപയോഗിച്ച KL12F 3269 നമ്പർ, ആപ്പെ ഓട്ടോറിക്ഷ, കേബിളുകൾ, കമ്പിക്കുരുക്കുകൾ, അനുബന്ധ ഉപകരണങ്ങൾ എന്നിവയും പിടിച്ചെടുത്തിട്ടുണ്ട്. മേപ്പാടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ K ബാബുരാജ്, ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ KP അഭിലാഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള വനപാലക സംഘമാണ് പ്രതികളെ പിടികൂടിയത്. വയനാട് വിഷൻ, മേപ്പാടി. ഓവുചാൽ നിർമ്മാണം വെള്ളമുണ്ട ടൗണിനെ വീർപ്പുമുട്ടിക്കുന്നു. കാൽനട യാത്ര പോലും ദുഷ്കരമായ അവസ്ഥയിൽ. നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണമെന്ന് നാട്ടുകാർ. വെള്ളമുണ്ട ടൗണിലെ ഓവുചാൽ നിർമ്മാണം കാൽനട യാത്രക്കാർക്കും വ്യാപാരികൾക്കും ഓട്ടോ തൊഴിലാളികൾക്കും ഒരുപോലെ ദുരിതമായിരിക്കുകയാണ്. നിർമ്മാണം തുടങ്ങിയ ഘട്ടത്തിൽ മെല്ലെപ്പോക്കായിരുന്നു പ്രവർത്തനമെങ്കിൽ ഇപ്പോൾ പ്രവൃത്തി വേഗത്തിൽ പോകുന്നുണ്ടെങ്കിലും ടൗണിലെ പല ഭാഗങ്ങളിലായി യന്ത്രസാമഗ്രികളും പ്രവൃത്തിക്കാവശ്യമായ മെറ്റൽ, മണൽ എന്നിവയും പല ഭാഗങ്ങളിലായി ഇറക്കി വെച്ചത് കാരണം വാഹനങ്ങൾക്ക് സൈഡ് നൽകാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ്. തേറ്റമല റോഡ് ഇപ്പോൾ പൂർണ്ണമായും അടച്ചാണ് പ്രവർത്തിക്കുന്നത്. ദിവസവും പെയ്യുന്ന മഴ കൂടിയായതോടെ ടൗണിൽ വെള്ളം കെട്ടിനിൽക്കുന്ന സ്ഥിതിയാണ്. കാൽനട യാത്രക്കാർ വീണ് അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഓവുചാൽ നിർമ്മാണം പൂർത്തീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. വളരെ ശോചനീയമായ അവസ്ഥയാണ് ഇപ്പോൾ സംജാതമായിട്ടുള്ളത്. കാരണം വെള്ളമുണ്ട റോഡ് പണിയുമായി ബന്ധപ്പെട്ട് ഓവുചാലിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഏതാണ്ട് ഒരു 2 മാസത്തോളമായി ഓവുചാലിൻ്റെ പണി നടക്കാൻ തുടങ്ങിയിട്ട് റോഡിലാണെങ്കിൽ മണലും മെറ്റിലും സിമെൻറ്റും മറ്റ് സാധനങ്ങളൊക്കെ കൊണ്ടിട്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ തേറ്റമല റോഡ്, മംഗലശ്ശേരി മല, പുളിഞ്ഞാൽ റോഡ് ഇതൊക്കെ തന്നെ വെട്ടിപ്പൊളിച്ചിട്ട് ഒരു ഭാഗം ഇതാക്കിയിട്ടിട്ട് ഏതാണ്ട് മാസങ്ങളോളമായി. വയനാട് വിഷൻ, വെള്ളമുണ്ട. വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിച്ച സംഭവം യുവാവിനെതിരെ പോലീസ് കേസെടുത്തു. തോൽപ്പട്ടി വെള്ളറയിലെ റിയാസിനെതിരെയാണ് തിരുനെല്ലി പോലീസ് കേസെടുത്തത്. വിവാഹം ചെയ്യുമെന്ന് പ്രലോഭിച്ച് പലതവണ കർണാടക കുടകിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചെന്നാണ് കേസ്. റിയാസിനെതിരെ 376 ST ആക്ട് പ്രകാരവും കേസെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 15-ന് മാനന്തവാടി SMS DYSPക്ക് തിരുനെല്ലി അരണപ്പാറ സ്വദേശിനിയായ യുവതി നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. മൂപ്പനാട് ഫുട്ബോൾ ക്ലബിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് റിപ്പൺ ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ 2005 ബാച്ചിൽപ്പെട്ട കുട്ടികളുടെ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. 2 ദിവസത്തെ ടൂർണമെന്റ് PK അബ്ദുള്ള പതാക ഉയർത്തിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. അബൂബക്കർ വയനംപറ്റ അധ്യക്ഷനായിരുന്നു. സെയ്ദ് പാങ്ങിൽ, അസീസ് പാറയിൽ, നിസാം പള്ളിയാലിൽ തുടങ്ങിയവർ സംസാരിച്ചു. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പരസ്യപ്രചാരണത്തിന് കൊടിയിറങ്ങി കൊട്ടിക്കലാശത്തിൽ അങ്ങിങ്ങ് സംഘർഷം. തരുവണ പോലീസ് നിയന്ത്രണത്തിൽ. വയനാട് മണ്ഡലത്തിലാകെ കൊട്ടിക്കലാശത്തിന്റെ കെട്ടുകാഴ്ചകൾ. കോൺഗ്രസിനെയും ഇടതുപക്ഷത്തിനെയും കടന്നാക്രമിച്ച് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ബത്തേരിയിൽ.
ബത്തേരിയെ കാവിയിൽ മുക്കി NDA റോഡ് ഷോ. ആകാശത്ത് വോട്ടില്ലെന്ന് വോട്ടെണ്ണുമ്പോൾ അറിയാമെന്ന് കോടിയേരി. വയനാട് മണ്ഡലത്തിൽ 67 ബൂത്തുകൾ മാവോയിസ്റ്റ് ഭീഷണിയുടെ നിഴലിൽ. ലോകമെങ്ങും ക്രൈസ്തവർ ഉയിർപ്പിന്റെ പെരുന്നാൾ ആഘോഷിച്ചു. ദേവാലയങ്ങളിൽ പാതിരാ കുർബാനകളിൽ നൂറുകണക്കിന് വിശ്വാസികളെത്തി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.